എൻ്റെ പേര് സജീവൻ എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറായിരുന്നു 10 വർഷം. 95 മുതൽ 2005 വരെ 10 വർഷം മെമ്പറായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പഞ്ചായത്തിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വളരെ ദയനീയമായൊരു പീഡനമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. 2010 ആഗസ്റ്റ് 15 2010 ഞാൻ 9 വരെ പഠിച്ച് ഞാൻ സാക്ഷരതയുടെ 10ാം തരം ലെവൽ കോഴ്സിൽ പഠനം പൂർത്തിയാക്കി 10ാം ക്ലാസ് പരീക്ഷ എഴുതി. അതിൻ്റെയൊക്കെ ആ അധ്യയന വർഷത്തിൻ്റെ അവസാന ഭാഗമെന്നോണം ഞങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് സുഹൃത്തുക്കളായിട്ടുള്ളൊരു ആഘോഷത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഏറ്റവും അടുത്തൊരു സുഹൃത്തായി അല്പം മദ്യം കഴിക്കണം എന്നുള്ളൊരു താല്പര്യം ഞങ്ങളിലുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ആഗസ്റ്റ് 15 ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പ്രദേശത്ത് ഉള്ളൊരു പ്രൈവറ്റ് ഒരു SK ശങ്കരയ്യർ സ്വാമി എന്ന് പറയുന്ന ഒരാളുടെ പ്രൈവറ്റ് സ്ഥലത്തിരുന്ന് ബീവറേജിൽ നിന്ന് ഒരു 1/2 ലിറ്റർ മദ്യം വാങ്ങി ഞാനും എൻ്റെ ഒരു സുഹൃത്താനുഭവം കൂടി കഴിക്കുന്നതിന് വേണ്ടി വരുന്ന വഴി ഞങ്ങളുടെ പുറകിൽ ഒരു പോലീസുകാരൻ സിവിൽ ഡ്രസ്സിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നു. ഞങ്ങൾ വണ്ടി ഒതുക്കി വെച്ച് ആ പറമ്പിലേക്ക് കയറിയിരുന്ന് മദ്യം കഴിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാവാത്തതിൻ്റെ പേരിൽ മദ്യം കഴിക്കാൻ എന്നുള്ള ആ സംഗതി ഉപേക്ഷിച്ച് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചിപ്സ് തുടങ്ങിയ സംഗതികളൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ട് അവിടെ വർത്താനം പറയുന്ന സമയത്ത് ഈ പോലീസുകാരൻ ഞങ്ങളെ സമീപിക്കുകയും എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ ആഗസ്റ്റ് 15 അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി അല്പം മദ്യം കഴിക്കണം തോന്നി, അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി വന്നിക്കുകയാണ് എന്നത് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്നും ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിപ്സ് എല്ലാം വാങ്ങി ഭക്ഷിച്ചു കൊണ്ടിരുന്ന ആ ചങ്ങാതി എന്താ നിങ്ങൾ മദ്യം കഴിക്കുന്നില്ലേ, കഴിച്ചോളൂ, ഞാനവിടെ നിന്ന് നോക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരി ഇയാൾ പോകുന്ന ലക്ഷണമല്ല കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പൊട്ടിക്കാതിരുന്ന വേറെ ഒന്നുമല്ല, അത് കൂടി 1/2 ലിറ്റർ മദ്യമാണുള്ളത്. അതിൽ നിന്ന് മൂന്നാമതൊരാൾക്ക് കൊടുക്കേണ്ടി വന്നാൽ അത് ഞങ്ങൾക്ക് തികയാത്ത അവസ്ഥയാവല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് അപ്പോൾ സമയത്ത് നിന്ന് പൊട്ടിക്കാതിരുന്നത്. പക്ഷെ എന്തായാലും ഇങ്ങനെ പോകുന്നില്ല എന്നുള്ള ലക്ഷ്യം കണ്ട് ഞങ്ങൾ മദ്യം കഴിക്കാൻ തുടങ്ങി. ഏതാണ്ട് 1/4 ഭാഗത്തോളം കഴിച്ച് കഴിയണ ആ സമയത്ത് അദ്ദേഹം വീണ്ടും ചോദ്യങ്ങൾ തന്നെ ഒരുപാട് മാറ്റി മറിച്ചും പല രീതിയിലും ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞില്ല ചേട്ടാ, പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞപ്പോൾ അയാൾ പോലീസ് ഭാഷയിലുള്ള സംസാരങ്ങളായി. ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയും, ഞാൻ പോലീസുകാരനാണ്, ഇത് കണ്ടോന്നത് പറഞ്ഞാൽ അയാൾ ഐഡൻറ്റി കാർഡൊക്കെ എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും പോലീസായാലും ഞങ്ങൾ പേടിക്കേണ്ട കാര്യം തിരിക്കും. ബീവറേജ് മദ്യം മേടിച്ച് പ്രൈവറ്റ് സ്ഥലത്തിരുന്ന് കഴിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ഒരുപാട് ചോദ്യങ്ങൾ ആയി. ഞങ്ങൾക്കറിയാവുന്ന ഭാഷയിലൊക്കെ അതിന് മറുപടി പറഞ്ഞു. വീണ്ടും അയാളിങ്ങനെ ചോദ്യങ്ങൾ ആവർത്തിച്ച് ഒരു ഭീഷണി രീതിയിലൊക്കെ ഞങ്ങളുടെ മൊബൈലൊക്കെ ഇതിനിടയ്ക്ക് വാങ്ങി പരിശോധിച്ചു. വീണ്ടും ആരെങ്കിലും ഇവിടെ ക്രിമിനൽസ് വരുന്നുണ്ടോ, വരാറുണ്ടോ, നിങ്ങൾ സ്ഥിരം മദ്യപിക്കാൻ വരുന്ന ആളുകളാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചു. ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞോളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അയാൾ മടങ്ങിപ്പോയി. ഞങ്ങൾ വീണ്ടും അവിടെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കുറേ കഴിഞ്ഞ് 1/2 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ പോലീസുകാരൻ വീണ്ടും ബൈക്കിൽ അവിടെ വന്നു. എന്നിട്ട് അധികാര സ്വരത്തിൽ പറഞ്ഞു, എന്താണ് പോകാറായില്ലേ, ഇവിടേക്ക് കുറച്ച് ആളുകൾ വരുന്നുണ്ടായിരുന്നല്ലോ, അവരെവിടെ? അപ്പോൾ ഞങ്ങൾക്കറിയില്ല സാറേ എന്ന് പറഞ്ഞു. ഇവിടേക്ക് വരുന്നുണ്ടല്ലോ, നിങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത് മടക്കി വിട്ടാൽ മര്യാദയ്ക്ക് സത്യം പറയാം, അല്ലെങ്കിൽ SIനെ വിളിച്ചു ചേർത്ത് നിങ്ങളുടെ തത്ത പറയണ കാര്യം പറയിപ്പിക്കും എന്നുള്ള രീതിയിലുള്ളൊരു അഭ്യാസ വർത്താനം വയ്ക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല, അറിയാത്ത സംഭവം എന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഇയാൾ ഞങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്ന മദ്യം വാങ്ങി അയാളുടെ കയ്യിൽ എൻ്റെ ബാഗിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇനിയൊക്കെ നിങ്ങളെ സ്റ്റേഷനിൽ കൊണ്ട് പറയിപ്പിച്ചോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. SIനെ ഫോൺ ചെയ്ത് വരുത്തി. ഒരു 5 മിനിറ്റിൻ്റെ ഗ്യാപ്പിന് SI ജീപ്പുമായി വേറെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അവരും കൂടി വന്നു. ഞങ്ങളെ റോഡിലേക്ക് വിളിച്ചു. ഞങ്ങളെ പറമ്പിൽ നിന്ന് എണീറ്റ് റോഡിലേക്ക് നടന്നു കഴിഞ്ഞു. അപ്പോൾ എന്താ പരിപാടി? വീണ്ടും ഈ SI ചോദിച്ചമാരുള്ള പല ചോദ്യങ്ങൾ, അല്ല ഈ പോലീസുകാരൻ ചോദിച്ചമാരുള്ള ചോദ്യങ്ങളൊക്കെ ആളും ആവർത്തിച്ചു. ബാക്കി ഇനി സ്റ്റേഷനിൽ പോയിട്ട് പറയാം, വേറെ ജീപ്പിലുണ്ടാകുന്നു. അപ്പോൾ ജീപ്പിലേക്ക് കയറാൻ നടക്കുന്ന സമയത്ത് അതാരുടെയാണ് വണ്ടി ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ബൈക്കാണ് സാർ. നിങ്ങൾ 2 പേരും ബൈക്കിൽ പോയാൽ എന്ന് പറഞ്ഞു. SI ജീപ്പ് ഓടിച്ച് മുന്നിലും ഞാനും എൻ്റെ സുഹൃത്തും എൻ്റെ ബൈക്കിലും എൻ്റെ പുറകിൽ
ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നിരുന്ന പോലീസുകാരൻ ആയിട്ട് ഒരു സന്ധ്യസമയം ഒരു 6 മണിയോടുകൂടി ഏതാണ്ട് നല്ല മഴയുള്ള അന്തരീക്ഷമാണ്, ഏതാണ്ട് ഒരു ചെറിയ ഇരുട്ടം ഒക്കെയുണ്ട്. അങ്ങനെ ആ ചെടി നിറഞ്ഞ റോഡിൽ കൂടെ മൂവ് ചെയ്ത് ഏതാണ്ട് ഒരു 20-30 മീറ്റർ ദൂരം അങ്ങോട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോഴേക്കും ബാക്കിലിരുന്ന ആ ചങ്ങാതി സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്നുള്ള രീതിയിൽ ഭയപ്പെട്ടുകൊണ്ട് അവൻ നെഞ്ഞത്തടിച്ച് അലമ്പറിയിട്ട് കറങ്ങിയതിൻ്റെ ആ ഭാഗമായിട്ട് എൻ്റെ ബാലൻസ് തെറ്റി വണ്ടി ചെടിയിൽ സെൽഫായി മറിഞ്ഞു വീണു. എൻ്റെ കാല് വണ്ടിയുടെ അടിയിൽ പെട്ടു. ഉടനെ പോലീസ് ജീപ്പ് നിർത്തി പോലീസ് ഇറങ്ങി ഓടി വന്ന് വണ്ടി പൊന്തിച്ചു എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തൊട്ടന്നെ ഒരു കനാലാണ്, ആ കനാലിൽ കൂടെ ഒഴുകി പോകുന്ന വെള്ളത്തിൽ എൻ്റെ വെള്ളമുണ്ടും വെള്ളം ഷർട്ടും അതിൽ തന്നെ അലമ്പി കഴുകി വീണ്ടും മുടുത്ത് കയറി. എന്നിട്ട് അവിടെ നിന്ന് ആ കനാലിൽ നിന്ന് തന്നെ 2 പോലീസുകാരോടെയും പൊക്കിയെടുത്താണ് നീട്ടിയിരുന്നത്. തത്സമയം എൻ്റെ വലതുകാലിൻ്റെ പാദം അങ്ങനെ തന്നെ ഒരു കോടതി പോലും ശിക്ഷിക്കാത്ത ആ കേസിൽ വീണ്ടും എന്നെ കള്ളനെന്ന് മുദ്രകുത്തിക്കൊണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പിൽ എഴുതി വാക്കാലും വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ട് വീണ്ടും കള്ളനെന്ന് മുദ്രകുത്തുകയാണ് പോലീസ് ചെയ്യുന്നത്. ഇത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് എസ്ഐയുടെ പേര് ഈ ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ പോലീസുകാരനുള്ള രഘു, ഇവരോടൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി തയ്യാറായി കൂട്ടുനിന്ന ഡോക്ടർ ഐക്യ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലെ ഐക്യ സജി എന്ന് പറഞ്ഞ ഡോക്ടർ, ഇവർ 3ഉമാണ് എന്നെ ഈ പീഡനത്തിന് വിധേയമാക്കിയിട്ടുള്ള അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ. ഇതാണ് ആ കേസുമായിട്ടുള്ളൊരു ചുരുങ്ങിയ ഒരു ചിത്രം. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് മുൻപൊക്കെ ഞാൻ ഈ തൃശ്ശൂർ ടൗണിലൊക്കെ വരുമ്പോൾ നേർവഴി എന്ന ഒരു ബോർഡ് കാണുകയും അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഒരിക്കൽ കുറിച്ച് വെച്ചും ആർക്കെങ്കിലും ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും സഹായങ്ങൾ വേണ്ടി വരുന്ന അവസരത്തിൽ ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചത് എനിക്കൊരു വലിയൊരു വഴിത്തിരിവായി വലിയൊരു ഗുണം ചെയ്തു. അത് എൻ്റെ സ്വന്തം അനുഭവത്തിൽപ്പെട്ടൊരു കേസിനെ തന്നെ അത് ഉപയോഗപ്പെടുത്താവുന്ന രീതിക്ക് എനിക്കതൊരു വഴിത്തിരിവായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫോൺ ചെയ്ത് നേർവഴി സംഘടനയുടെ ആളുകളായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് അങ്ങനെ ചന്ദ്ര സാറായിട്ട്